കുട്ടിക്കാനം മരിയൻ കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ കളരിമുറ അഭ്യസിപ്പിക്കാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥിനി നമ്മളോടൊപ്പം ചേരുകയാണ്. ദിനശ്രീ എന്നാണ് പേരല്ലേ. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഈ സംവാദ പരിപാടിക്ക് മുന്നോടിയായി കളരിമുറകൾ അഭ്യസിപ്പിക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിനിയാണ്. അതൊരു കൗതുകം നിറഞ്ഞ ദൃശ്യമാണ്. അതുകൊണ്ട് ആ വിദ്യാർത്ഥിനി മരിയൻ കോളേജിലെ BSW വിദ്യാർത്ഥിനിയായ ദിനശ്രീയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ് ആയിരുന്നു, അതോ പ്ലാൻഡ് ആയിരുന്നോ? അൺഎക്സ്പെക്റ്റഡ് പ്ലസ് പ്ലാൻഡ് ആയിരുന്നു. അത് ഇപ്പം മിനിങ്ങാന്നൊരു ഒഫീഷ്യൽ മീറ്റിംഗ് സ്റ്റുഡൻസിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെ ചോദിച്ചു, പിന്നെ അവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ ചോദിച്ചു, മാർഷൽ ആർട്സ് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? രാഹുൽ ഗാന്ധിജിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണ് മാർഷൽ ആർട്സ്. ജൂഡോയില് ആള് എക്സ്പേർട്ടാണ്. സോ ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു, ജൂഡോയുടെ ബേസിക് എന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ വെയിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരിക്കും, എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ വെയിറ്റ് ആന്ന് പറഞ്ഞപ്പോഴേക്കും രാഹുൽ ഗാന്ധി ഫുൾ എനർജി എടുത്തിട്ട് എൻ്റെ തോളിലേക്ക് ചാഞ്ഞിങ്ങനെ വീണു. അപ്പോഴത്തേക്ക് മനസ്സിലായോ എനർജറ്റിക് മാനാന്ന് മനസ്സിലായി. സോ ആ ഒരു എക്സ്പോഷർ കിട്ടാനായിട്ട് കാരണം എൻ്റെ ഫാക്കൽറ്റീസും പിന്നെ ഇവിടുത്തെ മെമ്പേഴ്സ് എല്ലാവരും അതിൽ ഓരോ ഇപ്പോൾ എല്ലാവരും അതിൽ പാർട്ടാണ്. ഈ കളരിയുടെ ഇത് അടവുകളൊക്കെ പറയുമ്പോഴേ മേ ബി അദ്ദേഹത്തിന് ന്യൂ ആയിരിക്കും, ഒരു പക്ഷേ അദ്ദേഹം കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഈസി ആയിരുന്നു അദ്ദേഹമായിട്ട്? നമ്മൾ അദ്ദേഹത്തോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ, അപ്പോൾ എത്രമാത്രം ഈസി ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ് അതിനൊരു റിയാക്ഷൻ തോന്നിയത്? മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇംഗ്ലീഷ് തന്നെയായിരുന്നു, മലയാളം അറിയില്ലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ ഞാൻ പറഞ്ഞു. കളരി ഈസ് നോട്ട് use of weapons and all, it is perfecting our body and flexibility. So ഇത് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് I want this answer എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇഷ്ടമായി എന്ന് മനസ്സിലായി. രാഹുൽ ഗാന്ധിജിക്ക് താല്പര്യമുള്ള വിഷയമാണെന്ന് മനസ്സിലായി. ഭയങ്കര എക്സ്പോഷറായി മാറി. നേരത്തെ തൊട്ട് പഠിക്കുന്നതാണോ കളരി? ഞാൻ 8 കൊല്ലമായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണ് മീൻസ് ഈ ഒരു മാർഷൽ ആർട്സ് ഇഷ്ടമാണ്, ഉറപ്പായിട്ടും ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് ഡിഫെൻസിനും ഡിസിപ്ലിൻ നമുക്ക് എന്താന്ന് പറഞ്ഞു തരുകയും ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നപ്പോൾ തന്നെ നമ്മൾ ചാടിക്കേറി ആ അവസരം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതെ, ഉറപ്പായിട്ടും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി സപ്പോർട്ടറായിരുന്നു. പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സ് പറയണ്ട, അത് അവർ കാരണമാണ് എനിക്ക് ആ അടുത്തുള്ള സീറ്റ് എനിക്ക് കിട്ടി. ഒരു സ്റ്റേജിൽ എല്ലാ വിദ്യാർത്ഥികളും സാക്ഷികൾ, പിന്നെ രാഹുൽജിയെ പോലെ ഒരു VIP ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് മൊമെന്റ് ആണ് അല്ലേ? ഗ്രേറ്റ് മൊമെന്റ്, ഒരു എന്താ പറയുക, അൺഫോർഗറ്റബിൾ മൊമെന്റ് ആണ് അതൊക്കെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഒരു മെമ്മറൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ഡെത്ത് വരെ കാത്തു സൂക്ഷിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. തുടരട്ടെ കളരിയിലും പഠിത്തത്തിലും. സ്വദേശം എറണാകുളമാണ്. എറണാകുളത്ത് തന്നെയാണ് എൻ്റെ കളരി സംഘം ഉള്ളത്. ശ്രീഭദ്ര കളരി സംഘം, തൃപ്പൂണിത്തുറ. വികാസ് ഗുരുക്കളാണ് ആശ. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ, പഠനത്തിലും വിജയം ഉണ്ടാകട്ടെ. താങ്ക് യു സർ. വളരെ നന്ദി. അതാണ് ദിനശ്രീയാണ് കളരി അടവുകൾ, മുറകൾ രാഹുൽ ഗാന്ധിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അത് സ്വാഭാവികമായും വളരെ കൗതുകം നിറഞ്ഞ ദൃശ്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ദിനശ്രീയുടെ പ്രതികരണം നമ്മൾ തേടിയത്. സ്വാഭാവികമായും ദിനശ്രീയുടെ കളരി രംഗത്തെ മികവ്, അല്ലെങ്കിൽ ആ പഠനം അവർ തുടരുന്നു എന്നതും, അതോടൊപ്പം രാഹുൽ ഗാന്ധി അതിന് നൽകിയ റിയാക്ഷനും വളരെ മെമ്മറബിളായ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാണ് ആ വിദ്യാർത്ഥിനി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, റിപ്പോർട്ടർ ഇടുക്കി.